നാട്ടുകൾ വിഷന്റെ ന്യൂസ് എക്സൈൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മണ്ണാർക്കാട് ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിടം. നവകേരളം കർമ്മ പദ്ധതി, വിദ്യാകരണം മിഷൻ, കിഫ്ബി, കില പദ്ധതിയുടെ ഭാഗമായി 1.30 കോടി രൂപ ചെലവിൽ 8 ക്ലാസ് മുറികളടങ്ങുന്ന പുതിയ കെട്ടിടം മണ്ണാർക്കാട് UP സ്കൂളിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശംസുദ്ദീൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പുകൾ, നഗരസഭ, പൊതുസമൂഹം എന്നിവരുടെ ഒറ്റക്കെട്ടായ പ്രയത്നമാണ് ഈ ഉദ്യമത്തിൻ്റെ വിജയമെന്നും MLA പറഞ്ഞു. നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ KN കൃഷ്ണകുമാർ, മാനേജർ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ, സ്ഥിരം സമിതി അംഗങ്ങളായ K. ബാലകൃഷ്ണൻ, മാസിദ സത്താർ, ഷഫീഖ് റഹ്മാൻ, വത്സരകുമാരി എന്നിവർ സംബന്ധിച്ചു. കൗൺസിലർമാരായ CP പുഷ്പാനന്ദ്, K. റജീന, സഫറുനിസ, ഉഷ, ഹസീന, സമീർ, അരുൺകുമാർ പാലക്കുർശി, TR സെബാസ്റ്റ്യൻ, കമലാക്ഷി എന്നിവർക്കൊപ്പം DDE സുനിജ, DEO സലീന ബേബി, DPO ഷാജി, AEO C. അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപകൻ C. നാരായണൻ സ്വാഗതവും PTA പ്രസിഡന്റ് സക്കീർ നന്ദിയും പറഞ്ഞു. എന്നുള്ളത് ഈ സന്ദർഭത്തിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. കാരണം തിരുവനന്തപുരത്തെ ചടങ്ങും ഈ ചടങ്ങും ഇനി ഇവിടെ ധാരാളം ആളുകൾ ആശംസകൾ പറയാനൊക്കെ ഉണ്ട്. ഇത് വല്ലാതെ വൈകിക്കൂടാ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. കാരണം കുട്ടികളൊക്കെ രാവിലെ നേരത്തെ വന്നതാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഐക്യത്തോടെ യോജിച്ചു നിന്ന് നല്ല പരിശ്രമങ്ങൾ നടത്തി നമ്മുടെ മേഖലയിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ അത് തലമുറകളോട് ചെയ്യുന്ന വലിയൊരു സേവനമാണ്. മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളും അതാത് കാലഘട്ടത്തിനുള്ളതാണ്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിന് മാത്രമുള്ളതല്ല, ഇത് വിവിധ തലമുറകൾക്കുള്ളതാണ്. ഈ 2 മനോഹരമായ കെട്ടിടങ്ങൾ, അതിന്റെ പ്രയോജനം ഇന്നിവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഓരോ വർഷവും ഓരോ കാലത്തും വരുന്ന വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളിൽ ഇവിടെ പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്കാണ് അതിന്റെ പ്രയോജനം കിട്ടുന്നത്. ഇനി അവരിവിടുന്ന് ആർജിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിന് കിട്ടുന്ന പ്രയോജനവും അതും അങ്ങനെ തന്നെയാണ്. ഇതിൽ നിന്ന് നല്ല നല്ല പ്രതിഭകൾ വരും. സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. അവരുടെ സേവനം സമൂഹത്തിന് കിട്ടുന്നതോ അവരുടെ മക്കൾക്ക്, അവരുടെ അടുത്ത തലമുറക്ക്, മാത്രമല്ല സമൂഹത്തിലെ അടുത്ത തലമുറക്ക് ഒക്കെ അതിന്റെ പ്രയോജനം കിട്ടും. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ നാടിനെ ആകെ ദീപ്തമാക്കുന്ന, നാടിനെ കൂടുതൽ ചൈതന്യമാക്കുന്ന ഒന്നാണ് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ KPS പേര് വിട്ടുപോയി. KPS നമ്മുടെ എല്ലാ ഇത്തരം പരിശ്രമങ്ങൾക്കൊക്കെ വളരെ വലിയ പിന്തുണയും സഹായവുമായിട്ട് നമ്മളുടെ കൂടെയുള്ള ഒരു ബഹുമാന്യ വ്യക്തിത്വമാണ്. അങ്ങനെ എല്ലാവരും കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷം വഹിച്ച ഈ ചടങ്ങിലെ ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും ഈ പ്രാദേശിക ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.